എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 19 വാക്യം. ഉൽപ്പത്തി 21:19. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ആർക്കും അടയ്ക്കാനാവാതെ നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന ദൈവം. ദൈവം അടയ്ക്കുന്ന ചില വാതിലുകൾ മറ്റാർക്കും തുറക്കാനും സാധിക്കുകയില്ല എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണുകളെ തുറക്കുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു. അസാധ്യമായ ചുറ്റുപാടുകളിൽ അവൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയ വഴി കാണേണ്ടതിന് ദൈവം ഹാഗാറിൻ്റെ കണ്ണുകളെ തുറന്നു. നമുക്ക് അറിയാവുന്നതുപോലെ ദൈവം അബ്രഹാമിനെ വിളിച്ചു. സാറായുടെ അടിമപ്പെണ്ണായിരുന്നു ഹാഗാർ. വളരെ വർഷങ്ങൾക്ക് മുൻപ് അടിമകളുടെ അവസ്ഥ ഒട്ടും മെച്ചമായിരിക്കാൻ വഴിയില്ല. അറിവോ പരിജ്ഞാനമോ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നുമില്ലാത്ത ഒരു പൊട്ടിപ്പെണ്ണ് എന്ന് വേണമെങ്കിൽ ഹാഗാറിനെ നമുക്ക് വിളിക്കാം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു ആഗ്രഹമോ സ്വപ്നമോ ഉണ്ടെങ്കിൽ തന്നെ പൂർത്തീകരണത്തിന് വഴിയൊന്നുമില്ലാത്ത അവളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിശ്ചയിച്ചിരുന്നത് യജമാനത്തിയായ സാറായി ആയിരുന്നു. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ച് 12 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തെ സഹായിക്കാൻ സാറായുടെ ബുദ്ധിയിൽ ഒരു ആശയം ഉദിച്ചു. അങ്ങനെയാണ് ഹാഗാർ അബ്രഹാമിൻ്റെ വെപ്പാട്ടിയാകുന്നത്. അവൾക്ക് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ ഗർഭിണിയായപ്പോൾ സാറായെ നിന്ദിക്കുവാൻ തുടങ്ങിയതായി ഉൽപ്പത്തി 16 അധ്യായത്തിൽ വായിക്കുന്നു. അത്രയ്ക്കുള്ള ബുദ്ധിയും പരിജ്ഞാനമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സാറായുടെ കലഹം അവൾക്കെതിരെ ആയപ്പോൾ വീട് വിട്ട് ഓടിപ്പോയി. മരുഭൂമിയിൽ ഉഴന്നു നടന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവളെ നേരിട്ടു. അവളുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ചൊന്നും അവളെ ശാസിക്കുന്നില്ല. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് നിന്റെ മകന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞ് സാറായുടെ അടുക്കൽ പോയി കീഴടങ്ങിയിരിക്കാൻ ഉപദേശിച്ച് അവളെ തിരികെ വിട്ടു. സ്നേഹിക്കാനോ കരുതാനോ സഹായിക്കാനോ ആരുമില്ലെന്ന് ദുഃഖിച്ചിരുന്ന അവൾക്ക് യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് എന്ന് വാഗ്ദത്തം കൊടുത്തു. ധൈര്യത്തോടെ അവൾ തിരിച്ചു വന്നു. കാര്യങ്ങൾ മംഗളമായി മുന്നോട്ട് നീങ്ങി. നല്ല പ്രതീക്ഷയോടെ ദൈവം നൽകിയ വാഗ്ദത്തത്തിൽ ശക്തിപ്പെട്ടു. അപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ വെറും കൈയായി അവൾ ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അവളെ അങ്ങനെ വിടാൻ ദൈവം അബ്രഹാമിന് കൂട്ടുനിന്നു. എല്ലാ സ്വപ്നങ്ങളും തകർന്ന് ഭാവി എന്തെന്ന് നിശ്ചയമില്ലാതെ മഹാധനവാനായ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് അപ്പവും ഒരു തുരുത്തി വെള്ളവുമായി ഈ അമ്മയും മകനും പുറപ്പെട്ടു. ആ സമയത്ത് ഹൃദയവ്യഥ മനസ്സിലാക്കാൻ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല. എന്നാൽ അവൾ സ്വമനസ്സ ഒരിക്കൽ ഓടിപ്പോയപ്പോൾ അവളെ കണ്ട് തിരിച്ചുവിട്ട ദൈവം മാത്രം അവളുടെ ദുഃഖമറിഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഈ ദൈവം അനുവദിച്ചെങ്കിൽ അവൾക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടത് അവിടുത്തെ ഉത്തരവാദിത്വമാണ്. കുഞ്ഞിനെ മരിക്കാൻ വിട്ടിട്ട് അവൾ വാവിട്ട് നിലവിളിച്ചു. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നവരുടെ അവസ്ഥയൊക്കെ ഇതിനേക്കാൾ ദുരിതമാണ്. അവളുടെ നിലവിളി ഉയർന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വീണ്ടും അവളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അവളെ വിളിച്ച് പുതിയ വാഗ്ദത്തം കൊടുത്തു. അപ്പോൾ അവൾക്ക് ആവശ്യമായത് ഒരു തുരുത്തി ജലം മാത്രം. പക്ഷെ അവൾക്ക് വേണ്ടി ദൈവം ഒരു ഉറവയാണ് തുറന്നു കൊടുത്തത്. ദൈവം അവൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയ അത്ഭുതം കാണേണ്ടതിന് അവളുടെ കണ്ണുകളെ തുറന്നു എന്നാണ്
നമ്മൾ വായിച്ച വേദഭാഗത്ത് കണ്ടത്. ലോകമുണ്ടായ കാലം മുതൽ അനേകർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, ഇന്നും സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ താൻ തിരഞ്ഞെടുത്ത ജനം സഞ്ചരിച്ചപ്പോൾ മരുഭൂമിയിൽ അവർക്ക് വേണ്ടി മാത്രം മന്ന ഒരുക്കപ്പെട്ടു, ജലതടാകം സൃഷ്ടിക്കപ്പെട്ടു. സാറ, റിബേക്ക, ലേയ, റാഹേൽ തുടങ്ങി നിരവധി സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോടുകൂടെ ദൈവത്തെ ആരാധിച്ചിരുന്നവരാണ്. എന്നാൽ 2 പ്രാവശ്യം ദൈവിക ദർശനം ലഭിക്കാൻ ഭാഗ്യമുണ്ടായത് ആരോരുമില്ലാത്ത ഹാഗാറിനാണ്. ഹാഗാറിൻ്റെ ആവശ്യത്തിൽ അവളുടെ കണ്ണ് തുറന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കാൻ മതിയായവനാണ്. എന്നാൽ അവ കാണേണ്ടതിന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ദൈവം ബിലയാമിൻ്റെ കണ്ണ് തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നു. തൻ്റെ വഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിലല്ല എന്ന് കാണേണ്ടതിന് ദൈവം കണ്ണുകളെ തുറന്ന സംഭവമാണ് അവിടെയുള്ളത്. ബിലയാം വാസ്തവമായി ദൈവത്തിൻ്റെ ശക്തിയും ശബ്ദവും പ്രത്യക്ഷതയും അനുഭവിച്ച പ്രവാചകനായിരുന്നു. ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വേണ്ടി മോവാബ് രാജാവ് ക്ഷണക്കത്തുമായി ആളുകളെ അയച്ചപ്പോൾ യഹോവയോട് ആലോചന ചോദിക്കാനും അവൻ ഒരുമ്പെട്ടു. ദൈവം വ്യക്തമായ മറുപടി കൊടുത്തു, നീ പോകരുത്, ആ ജാതി അനുഗ്രഹിക്കപ്പെട്ട ജാതിയാണ്. നീ ശപിക്കരുത്. ഈ വിവരമൊന്നും അവൻ വന്നവരോട് പറയുന്നതേയില്ല. ദൈവം എനിക്ക് അനുവാദം തരുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. ബിലയാമിന് കൂടെ വരാൻ മനസ്സില്ല എന്നാണ് അവർ രാജാവിനെ അറിയിക്കുന്നത്. ബാലാക്ക് രാജാവ് കൂടുതൽ ശ്രേഷ്ഠരായ പ്രഭുക്കന്മാരെ കൂടുതൽ സമ്മാനവുമായി അയച്ചപ്പോൾ ബിലയാമിൻ്റെ ഹൃദയം ചഞ്ചലപ്പെട്ടു. ഒരുപക്ഷെ ദൈവം മനസ്സ് മാറ്റിയാലോ ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചു നോക്കി. അവൻ്റെ അത്യാഗ്രഹം കാരണം ദൈവം അവനെ അനുവദിച്ചു. ദൈവഹിതപ്രകാരമുള്ള ഒരു അനുവാദമായിരുന്നില്ല അത്. ഭാഗികമായ ദൈവഹിതത്തിലുള്ള ഒരു അനുവാദം മാത്രമായിരുന്നു. അവൻ്റെ തത്രപ്പാടുള്ള യാത്ര കണ്ട് ദൈവകോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി വഴിയിൽ നിന്നു. അത് കണ്ട് 3 പ്രാവശ്യം വാഹനമൃഗമായ കഴുത മാറിപ്പോയി. അപ്പോഴെല്ലാം അവൻ കഴുതയെ അടിച്ചു. ആ സമയത്ത് ദൈവം കഴുതയുടെ വായി തുറന്നു, ഒപ്പം ബിലയാമിൻ്റെ കണ്ണും തുറന്നു കൊടുത്തു. നിന്റെ വഴി നാശകരമെന്ന് ദൈവം പറഞ്ഞു. ബിലയാം ഉടനടി തിരിച്ചു പോകേണ്ടതായിരുന്നു. ദൈവം പ്രതികൂലമാണെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ പറയുകയാണ്, നിനക്ക് അനിഷ്ടമെന്ന് വരികിൽ ഞാൻ തിരികെ പോയിക്കൊള്ളാം. പക്ഷേ അവൻ പോയി. അവിടെ ചെന്നിട്ട് അവന് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കാനേ സാധിച്ചുള്ളൂ. ശപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവകോപം അവരുടെ മേൽ ജ്വലിക്കത്തക്കവണ്ണം അവരുടെ മുൻപിൽ വിഗ്രഹാർപ്പിതം എന്ന ഇടർച്ച വെക്കാൻ ബാലാക്കിനെ ഉപദേശിച്ചിട്ട് കടന്നുപോയി. അവന് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമോ രാജാവിൽ നിന്നുള്ള ബഹുമാനമോ ലഭിച്ചില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എത്രയെത്ര ശ്രേഷ്ഠ പ്രവാചകന്മാരെ കുറിച്ച് വചനം രേഖപ്പെടുത്തുന്നു. കാലാകാലങ്ങളിൽ അവരെല്ലാം ദൈവഹിതത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ ദൈവഹിതത്തിന് പുറത്ത് അസ്തമിച്ചു. അനീതിയുടെ കൂലി കൊതിച്ച ബിലയാം എന്നാണ് പത്രോസിൻ്റെ ലേഖനത്തിലും യൂദായുടെ ലേഖനത്തിലും അവനെക്കുറിച്ച് പറയുന്നത്. പിന്നീട് വാളാൽ കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കാം. എവിടെയാണ് നമ്മുടെ നിലനിൽപ്പ്? പൂർണ്ണമായ ദൈവഹിതത്തിലാണോ അതോ ഭാഗികമായ ദൈവഹിതത്തിലാണോ? ഇത് കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ദൈവം അനേകരുടെ കണ്ണുകൾ തുറന്നു. അവർക്ക് വേണ്ടി മാത്രമുള്ള കാഴ്ചകളെ കാണാൻ ദൈവം കണ്ണു തുറന്നു. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ ദൈവം ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു എന്ന് നമ്മൾ കാണുന്നു. എലിശായുടെ ബാല്യക്കാരൻ കണ്ണ് തുറക്കപ്പെടുന്നു. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, കാണേണ്ടത് കാണാനുള്ള തുറവി എൻ്റെ കണ്ണുകൾക്ക് നൽകണമേ എന്ന്.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും ചെയ്യുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കൃപയിലും ദയയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവെ, വഴിമുട്ടിപ്പോകുന്ന ജീവിതാനുഭവങ്ങളിൽ അവിടുന്ന് വഴി തുറന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഹാഗാറിൻ്റെ കണ്ണ് തുറന്ന ദൈവം, ബിലയാമിൻ്റെ കണ്ണ് തുറന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ തുറവയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും തുറവയുടെയും പുതിയ വർഷം നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.